കഴിഞ്ഞ വീഡിയോ കണ്ടവർക്കറിയാം എത്രയും പെട്ടെന്ന് റൂക്കിനെ എടുക്കാനുള്ള ഐഡിയ. അപ്പോൾ അതിൻ്റെ ബാക്കി എങ്ങനെ റൂക്കിനെ എടുത്തു കഴിഞ്ഞാൽ എങ്ങനെ രക്ഷപ്പെടുമെന്നുള്ളൊരു ചോദ്യം വന്നു. അതുകൊണ്ട് അതും കൂടെ ഒന്ന് കാണിച്ചിട്ട് അങ്ങ് നിർത്താമെന്ന് വിചാരിച്ചു. അപ്പോൾ അവരാണ്ട് ആദ്യം E5 കളിച്ച് അവർ E4 കളിച്ച് നമ്മൾ E5 കളിച്ച് നെക്സ്റ്റ് അവർ D4 കളിച്ചു. നമ്മളാണ്ട് മന്ത്രിയെ കൊണ്ടുവന്നിട്ട് ഞാൻ H4 കൊണ്ട് ചാർത്തു. അപ്പോൾ അവർ തുടക്കക്കാരെല്ലാം പാനിക്കാവും, അത് 100% ഉറപ്പാണ്. അവർ എത്രയും പെട്ടെന്ന് ക്യൂവിനെ ഓട്ടിക്കാൻ വേണ്ടിയുള്ള ആദ്യത്തെ സ്റ്റെപ്പായിട്ടുള്ള നീക്കം G3 കളിക്കും. G3 കളിക്കുമ്പോൾ നമ്മൾ ഐശ്വര്യമായിട്ട് പോവുകയെന്ന് ചെക്ക് വിളിക്കും. അപ്പോൾ ഓട്ടോമാറ്റിക്കലി അവർ വീണ്ടും പാനിക്കാവും, എന്ത് ചെയ്യണമെന്ന് അറിയത്തില്ല. മുന്നോട്ട് വേണമെങ്കിൽ ബിഷപ്പിനെ ഇറക്കിയൊരു തടവ് വെക്കും. അങ്ങനെയാണെങ്കിൽ നമ്മൾ നൈസിന് പോയിട്ട് ആ റൂക്കിനെ എടുക്കും. അങ്ങനെ ഒരു മണ്ടത്തരം അവൻ ചെയ്തു കഴിഞ്ഞാൽ അടുത്ത അവൻ എത്രയും പെട്ടെന്ന് രക്ഷപ്പെടണമെങ്കിൽ അല്ലെങ്കിൽ ഈ കിങ്ങിനെ ഇങ്ങോട്ട് ഇറക്കണം, അല്ലെങ്കിൽ നമ്മൾ നിരത്തി പിടിച്ച് അവൻ്റെ നൈറ്റിനെയോ അവൻ്റെ ആൾക്കാരെ എല്ലാം തടവറായെടുക്കും. അങ്ങനെ ഒഴിവാക്കണമെങ്കിൽ അങ്ങനെ വെക്കണം. അതല്ല അവൻ ആ സമയത്ത് നൈറ്റിനെയാണ് വെക്കുന്നതെങ്കിൽ നൈസിന് നമ്മൾ റൂക്ക് എന്തായാലും പോകും. റൂക്കിൻ്റെ ഇടപാട് തീർന്നു. റൂക്ക് പിന്നെ ഇവിടെ ഇട്ട് പൂട്ടാനുള്ള സാധ്യതയൊന്നും കാണുന്നില്ല എന്ന് വെച്ചാൽ എങ്ങനെയൊക്കെ നോക്കിയാലും അവിടെ ഇട്ട് പൂട്ടാനുള്ള സാധ്യത കാണുന്നില്ല. നമുക്ക് സുഖമായിട്ട് രക്ഷപ്പെടാൻ പറ്റും. അടുത്ത മന്ത്രി ഇറക്കുവാണെങ്കിലും ഇതേ സിറ്റുവേഷൻ. റൂക്ക് എന്തായാലും പോയി കിട്ടും. അതാണ് ആ ഒരു മൂവിൻ്റെ ഒരു പ്രത്യേകത. ഇനി റൂക്ക് പോവാതുള്ള ഐഡിയ നോക്കുവാണെങ്കിൽ അവൻ്റെ മന്ത്രി പോകാനുള്ള ചാൻസ് ഉണ്ട്. കാരണം നമ്മൾ ഇങ്ങോട്ട് പോയി ഇവിടെ വെട്ടുന്നു, മന്ത്രി ഇവിടെ ഇറക്കിയെന്ന് വെച്ചോ, ഇവിടെ പോയി വെട്ടുമ്പോഴത്തേന് ഓട്ടോമാറ്റിക് നമ്മളെ പൂട്ടാൻ വേണ്ടി ഇത് നീക്കുമ്പോൾ നമുക്ക് ആദ്യം നൈറ്റിനെ എടുക്കുമ്പോൾ ഓട്ടോമാറ്റിക് മന്ത്രിയെ ലോക്കിടാൻ വേണ്ടി അവരുടെ മന്ത്രി ഇറക്കുന്നു, നമ്മൾ അവൻ്റെ മന്ത്രി എടുക്കുന്നു, ബിഷപ്പ് കൊണ്ട് തിരിച്ചെടുക്കുന്നു. അപ്പോൾ നമ്മുടെ ഒരു മന്ത്രി പോവുകയും ചെയ്തു. അവരുടെ നൈറ്റ്, റൂക്ക്, മന്ത്രി അങ്ങനെയുള്ള ചറപറ കേസുകളെല്ലാം പോയി. അങ്ങനൊരു ഗുണവും ഉണ്ട്. അപ്പോൾ എന്തുകൊണ്ടും ഈ ഒരു മൂവ് നല്ല അടിപൊളി മൂവാണ്. അതുകൊണ്ട് എതിരെ ഇങ്ങനൊരു സാധനം വരുവാണെങ്കിൽ ആ സ്പോട്ടിൽ ഈ ഒരു കളി കളിക്കാതെ വേറൊരു നല്ല കിടിലൻ കളിയുണ്ട്. ആ കളി കാണണമെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക കേട്ടോ. കാണണ്ടെങ്കിൽ കാണണ്ട വിട്ടേക്ക്. അപ്പോൾ എന്തായാലും ലൈക്ക് ചെയ്തേക്കണേ. അതിൻ്റെ ബാക്കി കുറേ ഐഡിയാസൊക്കെ അടുത്ത വീഡിയോ ഉൾപ്പെടുത്താം. ഇനി അങ്ങനെ മന്ത്രി അടിച്ചു മാറ്റുക എന്നുള്ള പരിപാടി വരെ ഉണ്ട്. അത് നമുക്ക് അടുത്ത വീഡിയോയിലേക്ക് എടുക്കാം. എത്രയും പെട്ടെന്ന് അവൻ്റെ മന്ത്രിയാണ് നമ്മുടെ ലക്ഷ്യം. അപ്പോൾ കൂടുതലൊന്നും പറഞ്ഞ് ഞെട്ടിക്കുന്നില്ല. അടുത്ത വീഡിയോയിൽ കാണുന്നത് വരെ ജയ് ജവാൻ ജയ് കിസാൻ.